ഹലോ. ഈ രണ്ട് കളർ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് 3mm ഒരു ഹുക്കും 2 കളർ യാണും വെച്ചിട്ട് ഒരു കൂട്ടം ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്രോഷയുടെ മുല്ലപ്പൂവാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഗ്രീൻ കളർ യാൺ എടുത്തിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പയ്യെ യാൺ ഓവർ ചെയ്ത് നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണോ അത്രയും നീളത്തിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഓണം കൂടി ആയതുകൊണ്ടിട്ട് ഈ ക്രോഷ്യ മുല്ലപ്പൂ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ കൗണ്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഹുക്ക് എടുത്തിട്ട് ആദ്യത്തെ ചെയിനിൽ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്ത് വൈറ്റ് യാണ് ഇതുപോലെ ഒരു വട്ടം പുൾ ത്രൂ ചെയ്തെടുക്കാവേ. അതൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് നമുക്കൊരു 3 ചെയിനും കൂടി ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇതിനെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കണക്കാക്കാം. ഇനി അതേ സ്പേസിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ചെയ്തിട്ട് ഇതുപോലെ പുൾ ത്രൂ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക, വീണ്ടും പുൾ ത്രൂ ചെയ്ത് 2 ലൂപ്പിലൂടെ പുറത്തെടുക്കുക. അങ്ങനെയാണ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെയിം സ്പേസിൽ തന്നെ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിതുപോലെ 5 ഡബിൾ ക്രോഷ്യ ഫിനിഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ 5 ഡബിൾ ക്രോഷ്യ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ലൂപ്പ് ഒന്ന് ഞാൻ ഇതുപോലെ പുള്ളി ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ചില്ലേ, അതിലത്തെ ഈ ഒരു സ്റ്റിച്ച് കണ്ടോ. ആദ്യം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ 3ാമത്തെ സ്റ്റിച്ചുണ്ട്. ആ സ്റ്റിച്ചിലൂടെ നമുക്കിതിനെ ഒന്ന് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ചിൻ്റെ പേര് പോപ്കോൺ സ്റ്റിച്ച് എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആ പോപ്കോൺ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുൾ ത്രൂ ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഇതുപോലൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു മൊട്ട് പോലെ കിട്ടുവേ. ഇനി നമുക്ക് ചെയിൻ 3 ചെയ്ത് കൊടുക്കാം. ആ സ്ലീവ് സ്റ്റിച്ച് കൂടാണ്ട് നമുക്കൊരു 3 ചെയിനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചെയിനിൽ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. ഒരു പെറ്റൽ നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിപ്പോൾ സ്ലീവ് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ 2ാമത്തെ പെറ്റലാണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതേ സ്പേസിൽ തന്നെയാണ് ഞാൻ വീണ്ടും 5 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. 5 ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വീണ്ടും 3 ചെയിൻ ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവേ. അങ്ങനെയാണ് ഇത് ത്രൂ ഔട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മുല്ലപ്പൂ തലയിൽ വെച്ചിട്ടുള്ളത്. എനിക്ക് പൂ പൊതുവേ അത്രക്ക് എന്താ പറയുക വർക്കാവാറില്ല. എനിക്ക് തലവേദന എടുക്കാറുണ്ട്. ഒരു പരിധി കഴിഞ്ഞ് വെക്കുമ്പോൾ ഞാൻ വളരെ കുറച്ച് പൂക്കളെ വെക്കാറുള്ളൂ. അപ്പോൾ കല്യാണത്തിൻ്റെ സമയത്ത് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാണ് തല നിറയെ പൂ വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അപ്പോഴും ഒരുപാട് പൂവൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതൊന്നും സാധാരണ ബ്രൈഡൊന്നും ഉപയോഗിക്കുന്ന അത്രയും പൂവൊന്നും എൻ്റെ തലയിൽ ഉണ്ടായില്ല. അപ്പോൾ കുഞ്ഞിലെയൊക്കെ ഇതുപോലെ തലവേദന എടുക്കുമ്പോൾ ഈ ഗുട്ടൻസ് പരിപാടിയൊക്കെ നമുക്കറിയാമായിരുന്നെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത് നോക്കാമായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലൊരു പോപ്കോൺ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. പോപ്കോൺ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ള് ത്രൂ ഔട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അവസാനത്തെ ചെയിൻ വരെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണവേ. അപ്പോൾ ഞാനിവിടെ ചെറിയ ഒരു ചെയിനാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് മുടിക്ക് ലെങ്ത്ത് കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടിക്ക് നല്ല ലെങ്ത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് നല്ല ലെങ്ത്തിൽ ചെയ്തെടുക്കണേ. അപ്പോൾ നല്ല ലെങ്ത്തിൽ ഇത് വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫൈനൽ ലുക്ക് നോക്കാം കേട്ടോ. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ റിപ്പീറ്റഡായിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്രയും ലെങ്ത്തിൽ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ്സിൽ നമുക്ക് ഓരോ മൊട്ടുകളായിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ത്രൂ ഔട്ട് നമുക്ക് എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അത്രയും ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത മുല്ലപ്പൂവിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? നമുക്കിങ്ങനെ കാണുമ്പോൾ ശരിക്കും മുല്ലമൊട്ട് കോർത്ത് വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ? നമുക്കിതുപോലെ ബണ്ണ് കെട്ടണമെങ്കിൽ ബണ്ണ് കെട്ടാം, അതല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നമുക്കിത് വെച്ച് സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ ക്രോഷ്യ ചെയ്യാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക്